അപ്പൊ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ട്രീ ഹട്ടാട്ടോ, മരത്തിന്റെ മേളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കോട്ടോ. എല്ലാരും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വരുന്നതാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പൊന്നാ. നമ്മളിപ്പോ മരത്തിന്റെ മേളിൽ ഒരു വലിയൊരു ട്രീ ഹട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അങ്ങോട്ടുള്ള കാഴ്ചയിലേക്ക് പോവാം. അത് ന്യായം, പറഞ്ഞത് ന്യായം. പിന്നെയല്ല മച്ചാമാരെ, അടിപൊളിയാണ് ഗായ്സ്, അടിപൊളിയാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ മൂന്നാറിന്ന് കാന്തല്ലൂരിലെ മൂന്നാമത്തെ വ്യൂ ആയ നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റിൽ എത്തിയേക്കും കേട്ടോ. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കി നമ്മൾ അപ്പൊ നമ്മൾ അവിടുത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ പയ്യന്മാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ വ്യൂ പോയിന്റ് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ. എങ്ങോട്ട് പോകുന്നു? അവിടെ പോന്ന ആ ടി പോയിട്ട് അവിടെ പോയിട്ട് ക്യാമറയിലൊക്കെ ഒന്ന് മൈൻഡ് ആക്കിയിട്ട് പോടൂ. ആരോ കൊല്ലാൻ കൊണ്ടാണോ പോലെ തലയും താറ്റി പോവാ. ആ കുട്ടായി ബ്രോ എന്തെങ്കിലും തകടിക്ക്. ഈ പ്രകൃതി കണ്ടിട്ട് നമ്മൾ എന്ത് തകടിക്കാൻ, ഇവർ തന്നെ നമുക്കിത് തരുമല്ലേ. അപ്പൊ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഒരു എന്താണ് ഇതിന്റെ പേരെന്ന്, ട്രീ ഹട്ട്. ഒരു ട്രീ ഹട്ടാട്ടോ, മരത്തിന്റെ മേളില് സെറ്റ് ചെയ്ത് വെച്ചേക്കോട്ടോ. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാട്ടോ. പിടിച്ചോ, കാച്ചിക്കോ, ആകെയുള്ള സ്വത്താണേ. സ്ട്രൈറ്റ് ആംഗിൾ. ഓക്കെ, പറഞ്ഞോ. കയറാം. ഇപ്പൊ നമ്മളിപ്പോ മരത്തിന്റെ മേളിൽ ഒരു വലിയൊരു ട്രീ ഹട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അങ്ങോട്ടുള്ള കാഴ്ചയിലേക്ക് പോവാം. അത് ന്യായം, പറഞ്ഞത് ന്യായം. പിന്നെയല്ല മച്ചാമാരെ, നമ്മളിത് കയറിക്കൊണ്ടിരിക്കുകയാണ്. പീക്കായിട്ടുള്ള കയറ്റം കേട്ടോ, അതൊക്കെ പറയും. പക്ഷേ സത്യം പറയാലോ, നമ്മൾ ഈ വീഡിയോ എടുക്കണ കാണുന്ന വ്യൂ പോലെ ഇതിന്റെ അകത്ത് ഇത് സെറ്റ് ചെയ്തേക്കുന്ന വേറൊരു ഫുൾ പവർ പൊളിയാണ്. മച്ചാമാരെ, നിങ്ങളൊന്ന് കണ്ടു നോക്കിയത്. നമ്മുടെ ഫ്രെഡി മച്ചാനും നമ്മുടെ മൂന്നാർ മച്ചാനും ഇപ്പൊ കേറി വരുന്നുണ്ട്. ഫ്രെഡി മച്ചാൻ. ഓ മൈ ഗോഡ്. മച്ചാമാരെ നോക്കൂ ഗൈസ്, നമ്മൾ ഇതിന്റെ അകത്ത് വ്യൂവും കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ. നോക്കി, ഫുൾ പവർ ചില്ലിംഗ് ആണ്. മൊത്തം തടിയും വൈക്കോൽ വെച്ചാണ് മൊത്തം ചെയ്തേക്കണം കേട്ടോ. ഇത് സെറ്റ് ചെയ്തേക്കണതിന്റെ പക്ഷേ ഇത് കണ്ടടാ, ഇങ്ങോട്ട് ഈ സ്ഥലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ചവിട്ടി കഴിഞ്ഞാൽ താഴോട്ട് വീഴും. അതാണ് അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ താഴെ പോകും. അതെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എല്ലാരും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വരുന്നതാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പൊന്നാ. അത്രേ ഉള്ളൂ. നമ്മുടെ കോമഡി പരമായിട്ടുള്ളൊരു വ്യൂ ആണ്. പക്ഷെ നിങ്ങളാരും ഇത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ. സീരിയസ് ആയിട്ട് എടുക്കണം. പോവാൻ പാടില്ല. അത് വേറെ ശതമാനമായിട്ടുള്ള സത്യമല്ലേ, സത്യം. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഏത് ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ, ഒരു സെക്കൻഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഫുൾ പവർ ആയിട്ട് ചില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അത്രേ ഉള്ളൂ. ബോച്ചേ നമ്മൾക്ക് ഇങ്ങനെ പൊളി എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ആരുടെ ബ്ലോഗിലും അഭിനയിക്കാറുമില്ല, ഒരു സംസാരവും ഇല്ല. അപ്പൊ അഭിനയമാണ്, സമ്മതിച്ചോ. അച്ചാലേ, നമ്മള് ഈ ട്രീ ഹട്ടിന്റെ അങ്ങോട്ടുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് കാണാട്ടോ. എന്റെ മച്ച, ഓ വാവ്, നൈസ് വ്യൂ. നോക്കി, കിടിലൻ വ്യൂ ആട്ടോ. അടിപൊളിയാണ് ഗായ്സ്. പറ ഗായ്സ്, നമ്മുടെ അകത്ത് കയറിട്ട് ഈ വ്യൂവിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ആ വ്യൂവിൽ എൻജോയ് ചെയ്യുന്ന ഒരാളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതെ അതെ. ഓ വ്യാവ്, തെറ്റടിച്ച് താഴെ. അരേ വാ.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മൾ ടെൻറ്റിങ് കാര്യം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിനി താഴത്തോട്ട് പോകട്ടോ. നമ്മൾ നമ്മുടെ ഭ്രമരം മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോകണം. അതിന് മുമ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേറൊരു ഹട്ടും കൂടി ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണം കേട്ടോ. ഇത് അപ്പോൾ ഓരോരുത്തരായിട്ട് താഴത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. തം തടം തടം എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇത് ഷെയ്ക്ക് ആവുന്നുണ്ടോ? അയ്യോ താഴത്തോട്ട് ഇറങ്ങണ സീനാട്ടോ. കേറി പറഞ്ഞില്ല. ഓക്കെ നമ്മളിനി ആ ഹട്ടിൽ പോകണം. അവിടുത്തെ ഹട്ടില്ലേ? ഓ ഓ അത് കിടില വ്യൂ കേട്ടോ. പച്ച മരങ്ങളുടെ ഇടയിൽ ഓറഞ്ച് ടീഷർട്ട്, വൈറ്റ് ചെരുപ്പും, ഒരു സീനിക്കായിട്ടുള്ള ഇവൻ്റെ അതികിടിലമായ ഒരു കാനനപാതയിലൂടെ യാത്ര നടത്തണല്ലേ ബൈ? അത്രേ ഉള്ളൂ. സ്റ്റേ കാം. പിന്നെന്തുവാ വെനിയിൽ എന്തോ എഴുതിയേക്കണേ? വെനിയിൽ എന്തോ എഴുതിയേക്കണേ? വെനിയിൽ ആർക്കറിയാം. അതിലൊക്കെ എന്തോടാ പ്രസക്തി എന്നല്ലേ? ഓ അത് നൈസാ. എന്തൊക്കെയാണോ എന്തോ എന്ന് നടന്നത് നമുക്കറിയില്ല ഗൈസ്. നമ്മളെല്ലാം ഫുൾ അടിച്ചുപൊളി വൈബാണ്. മൂന്നാർ മച്ചാന്റെ ഒപ്പം ഫുൾ അടിച്ചുപൊളിയാണ്. കണ്ണാടി വെച്ചാ. അപ്പോൾ അതെ നമ്മൾ ആദ്യത്തെ ഹട്ടിൽ കയറിയായിരുന്നു കേട്ടോ. അതെ അവിടെ ഒരു ഹട്ട് ഉണ്ടായിരുന്നു. അവിടെ കയറി നല്ല കിടില വ്യൂ ആയിരുന്നു. ഇത് കുറച്ചുകൂടി നല്ല ഹൈറ്റ് ഉള്ള ഒരു ഹട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല ഹൈറ്റ് ഉള്ള ഹട്ടാണ്. അപ്പോൾ നമുക്ക് മേളിൽ കയറി പോയി നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്ന പുറത്തുനിന്ന് വന്നൊരു ഇവൻ അയർലൻഡിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ നമ്മളെല്ലാരും മച്ചാന്മാരെ. അതെ ബ്ലോക്ക് ഉണ്ടാക്കല്ലേ. ഫ്രെഡി മച്ചാൻ പോണു. 2 ഫ്രെഡി മച്ചാൻ. ഇവിടെ ഓറഞ്ച് അവിടെ ഓറഞ്ച്. തെളിയുന്നുണ്ട്. അത് മാത്രമാണ് നമ്മളോട് പറയുന്ന കാര്യം. അതെ ഈ മച്ചാനിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത്. 2 ഫ്രെഡി ഓറഞ്ച് ഡ്രസ് ഇട്ട് 2 ഫ്രെഡി. അപ്പോൾ അടിപൊളി വ്യൂ എന്നാണ് പറയണത്. ഈ കയറുന്നതിനൊരു ടാസ്ക് ആണ്. നോക്കി കയറിയില്ലെങ്കിൽ ശംഭോ ശിവ ശംഭോ. ആരാടാ അങ്ങനെ പറയുന്നത്? ആരാടാ തെറ്റ് പറയുന്ന അവിടെ? ഓ ഇവിടെ ഒരു യൂ ടേൺ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇങ്ങനെ യൂ ടേൺ അടിച്ചിട്ട് വേണം നമ്മൾ മേളിലോട്ട് കയറി പോകാം കേട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് നമ്മൾ കയറുകയാണ്. അതെ ആ പറയൂ എങ്ങനെയുണ്ട്? പ്രകൃതി ടാസ്ക് കേട്ടോ. അയ്യോ ഇവിടത്തെ കയറ്റം വെച്ചൊരു ടാസ്ക് അല്ലേ? ഇപ്പോഴേ നമ്മൾ വേണ്ടേ മേളിലോട്ട് എത്തി കേട്ടോ. കൊച്ചന്മാരെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. കാല് വയ്ക്കാൻ സ്ഥലം വെച്ചിരുന്നെങ്കിൽ. ഓ സീൻ എൻ്റെ അമ്മോ. എത്ര പേരുണ്ട്? 7 പേരായില്ലേ? 3, 2, 5. അച്ഛന്മാരെ നമ്മളിപ്പോ നിൽക്കുന്നത് അവിടെ കുറെ ഏർപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൂടെ നടന്നൊരു ബ്ലോഗറിനെ നമ്മൾ ഉണ്ടാക്കി. ഇതാണ് കോട്ടയം മച്ചാനെ ഒന്ന് കാണിച്ചില്ല. അതിന്റെ മണ്ടേ നിൽക്കും കേട്ടോ. പിന്നെ മേളിൽ എങ്ങനെയുണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ? നല്ല കാറ്റുണ്ടല്ലേ? ഫുൾ പവർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരാള് പുറത്തുനിന്ന് വന്ന ഒരാളുണ്ട്. ഈ ആളാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പുറത്തുനിന്ന് വന്ന ആള്. അതിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. മച്ചാനെ ഒന്ന് നോക്ക്. മച്ചാൻ നോക്കി. നല്ല സ്ഥലമാണ്. മച്ചാമാരെ ഇവൻ പുറവേ ഒരു ഇന്റർവേറ്റ് ആണെങ്കിലും ഇവനെ പോലെ ഒരുത്തൻ
അപ്പൊ നമ്മൾ അതിന്റെ മേളത്തെ വ്യൂ എത്തിയേക്കോട്ടെ. ഇവിടെ നോക്കി അടിപൊളി കേട്ടോ. ഈ ഏരിയ മൊത്തം ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ടോപ്പ് ആയതുകൊണ്ട് നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. നല്ല കാറ്റ് പിടിക്കുമ്പോൾ ടെന്റ് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ നല്ല കിട വ്യൂ അല്ലേ, വ്യൂ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മേളിൽ നല്ല ടോപ്പിൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് കാറ്റ് പിടിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇതൊന്ന് ഓഫാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി താഴത്തോട്ട് പോകാം. ആടുന്നില്ലേ? പിന്നെ ആടുന്നുണ്ട് അതെ അതെ എല്ലാരും ഉണ്ട്. അപ്പൊ ഓരോരുത്തരോട് ഇറങ്ങോട്ടോ. വെളിവായി ഇറങ്ങിക്കോ. നമ്മുടെ ബോറിംഗ് കാരനെ ഒന്ന് കാണിക്കാൻ വേണ്ട. ഞാനിവിടെ നീ ഇറങ്ങി ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ ഓരോരുത്തരായിട്ട് തന്നെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോകണ്ടിട്ടുണ്ടോ. കയറിയപ്പോ നമ്മളെല്ലാരും പടയെന്ന് കയറി വന്നു. ഇറങ്ങാൻ നേരത്തെ കുത്തനെയുള്ള ഇറക്കം കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങണം, ഇല്ലെങ്കിൽ പടമാകുമുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോഴും നമ്മൾ ഓരോരുത്തരോട്ട് താഴോട്ട് ഇറങ്ങും കേട്ടോ. എല്ലാവരും ഇറങ്ങിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളത്. അവരതുവഴി താഴത്തോട്ട് ഇറങ്ങി അവിടെ എത്തി കേട്ടോ. അതെ, അവർ താഴെ എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പതിയെ നമ്മളിങ്ങനെ ഇറങ്ങി വരാം. ഓ, കാറ്റടിക്കുമ്പോൾ ചെറിയൊരു ചെറുതായിട്ടൊന്നും ആടുന്നുണ്ട് കേട്ടോ. അയ്യോ, ഓ, ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ലാത്ത കിടിലം വ്യൂ കേട്ടോ. എൻ്റെ അമ്മ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ തീരുമാനം ഹേ ഹും. എവിടെയും കിട്ടൂല. അവിടെ തന്നെ കൊണ്ട് വെക്കണം കേട്ടോ. കൊക്കീതൊക്കെ കൊള്ളാം. അതെ അതെ, ഇതെന്താണ് ഇത്? കമ്പല്ലേ? അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ചായക്കട കേട്ടോ. നമ്മളപ്പോൾ ബ്ലോഗിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും സേഫ്റ്റിക്ക് വെച്ചേക്കെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ബജ്ജി? എങ്ങനെയുണ്ട്? അടിപൊളി ബജ്ജിയാണ്. അടിപൊളി ബജ്ജിയാണ്. അപ്പോൾ നമ്മളെ കുട്ടായി ബ്രോയ്ക്ക് ഞാൻ ചായ കൊണ്ട് കൊടുക്കാം കേട്ടോ. ഫുൾ പവർ ചില്ലിങ് ആണ്. ഫുൾ പവർ. എങ്ങനെയാണ് ഈ വ്യൂ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ എങ്ങനെയാണ് വൈബ്? എന്റെ മച്ചാനെ, ഈ വ്യൂ തന്നെ അടിപൊളി. അതെ, ഇവിടെ നിന്നൊരു ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അത് വേറെ വൈബ്. എന്നാലും കുടിക്കുന്നേ, നിങ്ങളെല്ലാരും ഒന്ന് വാ കണ്ട്. എന്നാലും കുടിക്കുന്നേ, കുടിച്ചിട്ട് പറയാനേ, അഭിപ്രായം പറയാനേ. ഓ, കിടിലെ ആംഗിളാട്ടോ. അങ്ങനെ എന്നാ പറഞ്ഞോ? ഒന്നും പറയാനില്ല, പറ. ഒന്നും പറയാൻ. ഉയരം കൂടുമ്പോ ചായയുടെ ടേസ്റ്റ് കൂടും. മനസ്സ് നിറഞ്ഞ്. അപ്പോഴേ നമ്മള് ബ്രഹ്മരം വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഇവിടെ കാന്തല്ലൂർ വാട്ടർഫോൾസിൻ്റെ അവിടെ വന്നേക്കും കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾ കുറേ നോക്കുവാണെ കാണാം. അവിടെ നല്ല കീഴിലെ വാട്ടർഫോൾസ് അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം നല്ല മഴയായതുകൊണ്ട് നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വന്ന വഴിയൊക്കെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് മഴയായതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് പോകാം കേട്ടോ. ഇവിടെ നിന്ന് വന്ന് ജസ്റ്റ് ഒരു വാട്ടർഫോളും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയേക്കും കേട്ടോ. പയ്യന്മാരൊക്കെ പുറകെയുണ്ട്. പവർ പവർ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളപ്പോൾ കാന്തല്ലൂരിൽ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ എല്ലാവരും നമ്മൾ പോയി കണ്ടില്ലേ? ഇല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ സ്പോട്ടും കാര്യങ്ങളൊക്കെ? വെടിവെട്ട് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള മച്ചാമാരെ ഇന്നത്തെ വീഡിയോ. നമ്മൾ പ്രധാനപ്പെട്ട സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാന്തല്ലൂർ വരുവാണെങ്കിൽ കണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള മച്ചാമാർ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.